ഹലോ ഗൈസ്, നമസ്കാരം. വെൽക്കം ടു അവർ ചാനൽ പോപ്പിൻസ്. വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന വിഷയമാണ് നമ്മുടെ മഴ. ഞാൻ ഇപ്പം ഏകദേശം കുവൈറ്റിൽ 10 കൊല്ലം കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മഴ കാണുന്നത്. ഞാൻ കൂട്ടുകാരെ കാണിച്ചു തരാം ഇവിടുത്തെ മഴ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ആദ്യത്തെ മഴകൾ പെയ്യുന്നത് നിറച്ചും പൊടിയായിരിക്കും. അത് നമ്മുടെ നാട്ടിലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയൊക്കെ പൊടി പെയ്തിറങ്ങണത്. വണ്ടിയിൽ മൊത്തം അതിൻ്റെ ഒരു ചെളി നിറഞ്ഞിരിക്കും മഴ പെയ്തിറങ്ങുമ്പോൾ. മൂന്നാമത്തെ ദിവസമാണ് മിനിഞ്ഞാന്ന് മുതൽ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന, പതിയെ പതിയെ ചാറി. ഇന്നും അത്യാവശ്യം നല്ല മഴയുണ്ട്. മൂന്നാമത്തെ ദിവസം നിങ്ങൾ കണ്ടു നോക്കൂ ഇവിടുത്തെ മഴ. ഈ മഴയിൽ ഞാൻ കണ്ട പ്രത്യേകത ഇവനാണ്. ഈ പുള്ളി എൻ്റെ ഒപ്പം കൂടിയിട്ട് ഇപ്പം 10 കൊല്ലമായി. ആദ്യമായിട്ടാണ് ഞാൻ കുവൈറ്റിൽ വന്നിട്ട് മഴയത്ത് കുട യൂസ് ചെയ്യുന്നത്. ഇതേവരെയും എനിക്ക് കുട യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല മഴയത്ത്. മഴ പെയ്തിട്ടുണ്ട്, എന്നിരുന്നാലും നമുക്ക് ഓഫും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സമയത്ത്, അല്ലെങ്കിൽ ഡ്യൂട്ടി ഹോസ്പിറ്റലിൻ്റെ അകത്തായിരിക്കും. ആദ്യമായിട്ടാണ് ഈ കുട എനിക്ക് ഉപകരിക്കുന്നത് ഈ മഴയുടെ സമയത്ത്. അപ്പം 10 കൊല്ലമായിട്ട് ഞാൻ യൂസ് ചെയ്യണ ബാഗിൽ ഈ പുള്ളിക്കാരനുണ്ട്. അപ്പം തികച്ചും ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഞങ്ങൾ തമ്മിലുണ്ട്. ഈ സ്പെഷ്യാലിറ്റി, അതായത് ഈ കുട ഞാൻ 10 കൊല്ലത്തോളം യൂസ് ചെയ്തു. പക്ഷേ പകൽ സമയത്തൊക്കെ, അതായത് ചൂട് സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അതിന് മാത്രം ചൂടാണ് ഇവിടെ. 50 ഡിഗ്രി 51 ഡിഗ്രിയൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചക്ക് നമ്മൾ ഇച്ചിരി ലോങ് ആയിട്ട് നടക്കാൻ നമുക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ കുടയില്ലാതെ പറ്റത്തില്ല. കുടയും വേണം, കണ്ണടയും മസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് കണ്ണിനെയൊക്കെ അത് ബാധിക്കും. നമ്മുടെ ഐ പെയിനും പിന്നെ പലതരം ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ കുട ബാഗിൽ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ലോങ് ആയിട്ട് നടക്കുമ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കുട. ഷോർട്ട് ഡിസ്റ്റൻസിലൊന്നും കുട യൂസ് ചെയ്യാറില്ല. അപ്പം ഇതെല്ലാം നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നത്. നമ്മുടെ കാലാവസ്ഥ ആകെ മൊത്തം മാറിയിരിക്കുകയാണ്. നമ്മുടെ പൊതുവെയുള്ള കാലാവസ്ഥ ഇപ്പം കുവൈറ്റിൽ ഇങ്ങനെ 3 ദിവസമൊക്കെ മഴ പെയ്യണത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമാണ്. നാട്ടിലാകട്ടെ നല്ല ചൂടും. അപ്പം കാലാവസ്ഥ നമ്മുടെ ലോകത്തെ തന്നെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ് ഇവിടെ. ഇപ്പോൾ കണ്ടില്ലേ, സൗദിയിൽ തന്നെ മരുഭൂമിയിൽ പച്ചകൾ വളർന്നു തുടങ്ങി. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചൂട് കൂടി ഇപ്പം ഒരു രക്ഷയില്ല. ഇപ്പം നാട്ടിൽ കണ്ടില്ലേ, നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലെ AC-യുടെ വിൽപ്പന വളരെയധികം കൂടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ AC-യുടെ വിൽപ്പന. അപ്പം അതിനർത്ഥം എന്ന് വെച്ചാൽ അതിന് മാത്രം ചൂടാണ് നാട്ടിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം എനിവേ, നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ മാറുക, എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, എല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നാണ് ഏറ്റവും വലിയ കാര്യം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ഗൈസ്, സീ യു സൂൺ.